KSTP റോഡിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ റോഡ് തകർന്ന വൻ കുഴികൾ. കഴിഞ്ഞ വർഷം ബൈക്ക് മറിഞ്ഞുള്ള അപകട മരണത്തിനിടയാക്കിയ സ്ഥലത്താണ് ഇത്തവണയും കുഴികളുണ്ടായത്. സംസ്ഥാന പാതയിലെ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന വൻ കുഴികൾ അപകടഭീതി ഉയർത്തുകയാണ്. KSTP റോഡിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപത്തെ അപകട കുഴികളാണ് ഈ കാണുന്നത്. വാഴ വെക്കാൻ പാകത്തിലുള്ള വലിയ 6ഓളം കുഴികളാണ് ചന്ദ്രഗിരി സംസ്ഥാന പാതയിലെ തിരക്കേറുന്ന പ്രദേശത്തുള്ളത്. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന ഈ കുഴികൾ കഴിഞ്ഞ വർഷം ഇവിടെയുണ്ടായ അപകട മരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ബൈക്ക് യാത്രക്കാരനായ യുവാവ് ഇതേ സ്ഥലത്ത് മഴക്കാലത്ത് കുഴിയിൽ വീണ് മരിച്ച കാര്യം റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി കാസർഗോഡ് ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. മഴ ശക്തമാകവേ ദിവസം കഴിയും തോറും പ്രസ് ക്ലബ്ബ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ കുഴികൾ വലുതാവുകയാണ്. ഇപ്പോ ഒരു 5-6 കുണ്ട് നല്ല കാര്യമായിട്ടുണ്ട്. ഒരു 3ഓളം കുണ്ടുണ്ടാവും. അതിൽ വീണെങ്കിൽ എണിക്കുകയല്ല. ആ ജാതി കുണ്ട് ഞങ്ങളുടെ പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ തപ്പിച്ചിട്ട് പോകുന്നേ. പരിചയമില്ലാത്തവൻ വന്നെങ്കിൽ അതിൽ വീണിട്ട് വണ്ടിൻ്റെ പുറക്കും പോകും, മലക്കും മറിയും. അപ്പോൾ അതുപോലെയുള്ള ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഒരാഴ്ചയിലധികമായി ഈ സംഭവം. റിക്ഷ കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ട് വീല് വീണെങ്കിൽ പിന്നെ അത് എണിക്കുന്നില്ല. വണ്ടീൻ്റെ പുറക്കും പിൻപാരിങ്ങെല്ലാം പോകുന്നു. എത്ര പണിയെടുപ്പിച്ചിട്ടും ഫലമില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഗതി ഇതിനെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ല. വർഷങ്ങൾക്കപ്പുറം കിണറുണ്ടായ സ്ഥലത്താണ് പാത വികസനത്തിന്റെ ഭാഗമായി റോഡ് നിർമ്മിച്ചതെന്നും അത് റോഡ് ഒരേ സ്ഥലത്ത് തകരുന്നതിന് കാരണമായി ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. ആഴത്തിലുള്ള കുഴികളായതിനാൽ വലിയ വാഹനങ്ങളടക്കം കുഴികൾ വെട്ടിച്ച് മറുഭാഗത്തുകൂടി പോകുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. നമ്മൾ പെട്ടെന്നാണ് ഈ കുഴികളെല്ലാം കാണുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വരുന്നത്. അപ്പോൾ ബസ്സിലുള്ള കുട്ടികൾക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമല്ല അതിനേക്കാളും പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഈ 2 വീലർ ഉള്ളവർക്ക് പെട്ടെന്ന് അതിനകത്ത് വെള്ളം കൊണ്ട് അപ്പോൾ അത് കുഴിയാണോ ലെവലാണോ അറിയാണ്ട് തെന്നി വീഴുകയും അപകടം വരികയും വളരെ ബുദ്ധിമുട്ടാണ്. KSTP റോഡിൽ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്നിടത്താണ് റോഡ് തകർന്നിരിക്കുന്നത്. ഈ വലിയ കുഴികൾ കൂടാതെ മറ്റ് പലയിടങ്ങളിലും തകർച്ച കാരണം മെറ്റലുകൾ ചിതറിക്കിടക്കുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.